ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ താരം കാന്താരി മുളകാണ്. കപ്പമുളക്, കപ്പപ്പറങ്കി എന്നൊക്കെ പറയുന്ന കാന്താരി മുളക്. കാന്താരി മുളക് നമുക്ക് നല്ലതാണ്. കൊളസ്ട്രോളിനായാലും പ്രഷറിനായാലും നമ്മളെ ഫുഡിൽ കാന്താരി മുളക് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില. വീട്ടുമുറ്റത്തുള്ള കറിവേപ്പിലയായ അത്രയും നല്ലത്. നമ്മളെ വീട്ടിലില്ലെങ്കിൽ അപ്പുറത്ത് എവിടെ നിന്നെങ്കിലും പറിച്ചെടുത്താലും മതി. വാങ്ങിക്കുന്ന കറിവേപ്പിനേക്കാളും ബെസ്റ്റ് നമ്മളെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ ഇന്നത്തെ കിട്ടില ഐറ്റം സൂത്രം എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോളിനുള്ള ഒരു റെമഡിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 5-6 കാന്താരി മുളക് ചെറുതെടുക്കാം. അതുപോലെ തന്നെ വേണ്ടത് കറിവേപ്പില ഒരു 4-5 സ്ട്രിപ്പ്. ചെറിയതാണെങ്കിൽ ഒരു 5-6 തണ്ട് എടുക്കാം കേട്ടോ. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഒരു 3 എടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് രണ്ടും നല്ലപോലെ കഴുകണം. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരക്കാം. അപ്പോൾ അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് അരഞ്ഞു വരാൻ വേണ്ടി ഇലയായതുകൊണ്ട്. എന്നിട്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് നല്ലോണം വെള്ളം ഒഴിക്കരുത്. അങ്ങനെ വേണമെങ്കിൽ അത് പുറത്തോട്ടേക്ക് അരക്കുന്ന സമയത്ത് പുറത്തേക്ക് വരും. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് വെറും വയറ്റിൽ ഇത് കുടിക്കണം. അത് ഒറ്റ സിപ്പിന് തന്നെ കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല എരിച്ചിലുണ്ടാവും. അപ്പോൾ നല്ലോണം കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100% നിങ്ങൾക്ക് റിസൾട്ട് തരും. അത് 100% ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ടുള്ള ഒരു സംഭവമാണിത്. പിന്നെ ഇത് കൊളസ്ട്രോളിനും പ്രഷറിനും ഒരുപോലെ നല്ലതാണ് കേട്ടോ. പിന്നെ കൊളസ്ട്രോൾ ഉണ്ടോയെന്ന് കുടിക്കുന്നതിന് മുന്നേയും ചെക്ക് ചെയ്ത് നോക്കണം. ഒരാഴ്ച കുടിച്ചതിന് ശേഷവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് മറക്കരുത്. ഒരാഴ്ചയിൽ കൂടുതൽ കുടിക്കരുത്. കുടിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണം.